ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1 മിനിറ്റിലെ ഒരു മൂവി റിവ്യൂ. കാന്താരനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും തിയേറ്ററിൽ നിന്ന് മിസ്സാക്കാണ്ട് ആ സിനിമ പോയി കാണണം. മസ്റ്റ് വാച്ച് സിനിമയാണ്. കാരണം നമ്മൾ ആ കാന്താര ഫസ്റ്റ് കാണുമ്പോൾ നമ്മുടെ ആ സിനിമയിൽ ഏറ്റവും ഹൈലൈറ്റ് ആ സിനിമയുടെ ലാസ്റ്റ് ഒരു 15 മിനിറ്റോളം പുള്ളിയുടെ ആക്ടിങ് കൊണ്ട് ആ സിനിമ കൊണ്ട് എത്തിച്ചേക്കണ ലെവലാണ്. അതാണ് ആ സിനിമയിൽ ഫസ്റ്റിൽ നമ്മളെ കൂടുതലും നമ്മളെ അതിൻ്റെ അകത്തേക്ക് ആകർഷിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ 1 ദ ലെജൻഡിലേക്ക് വരുമ്പോൾ എന്നാ കാണിച്ചു വെച്ചേക്കണേ, പുള്ളി ആക്ടറായിട്ടായിക്കോട്ടെ, റൈറ്ററായിട്ടായിക്കോട്ടെ, പിന്നെ ഡയറക്ടറായിട്ടായിക്കോട്ടെ, പുള്ളിയുടെ ബെസ്റ്റാണ് പുള്ളി കാണിച്ചു വെച്ചേക്കണേ. സിനിമ ചുമ്മാ തുടക്കം തൊട്ട് അവസാനം വരെ ചുമ്മാ ഗൂസ് ബംസ് ഗ്യാരണ്ടിയാ. പിന്നെ നമ്മുടെ ജയറാമേട്ടനെ സാധാരണ എല്ലാ സിനിമകളിലേക്കും അന്യഭാഷ സിനിമകളിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ചുമ്മാ കോമഡി കാണിച്ചിട്ടൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത് മിക്ക സിനിമകളിൽ പറയണേ. പക്ഷേ ഈ സിനിമയിലായിട്ട് പുള്ളിനെ കൊണ്ടുപോയിട്ടുള്ള പുള്ളിയെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയി ഈ സിനിമയിൽ ജയറാമേട്ടൻ്റെ. പിന്നെ രുക്മിണി പുള്ളിക്കാർത്തിയുടെ ഫാനായി പോകും ഫസ്റ്റ് ഹാഫൊക്കെ. സെക്കൻഡ് ഹാഫും പുള്ളിക്കാർത്തിയുടെ അഭിനയം ഈ ചെയ്തു വെച്ചേക്കുന്ന സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ചുമ്മാ അമേസിങ്ങാ. പുള്ളിക്കാർത്തിയുടെ ക്യാരക്ടർ അടിപൊളിയാണ്. പുള്ളിക്കാരത്തിനെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്, ഭയങ്കര ക്യൂട്ടായിട്ടും എന്നാ പറയണേ, ചില സീൻസൊക്കെ നമ്മൾ ഭയങ്കര എന്നാ പറയണേ അങ്ങനെ രസിച്ചങ്ങ് ഇരുന്നു. പുള്ളിക്കാരത്തിയും ഈ പറഞ്ഞ ഋഷഭ് ഷെട്ടിയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീനായിക്കോട്ടെ, അവർ തമ്മിലുള്ള ആ കോംബോ ഭയങ്കര രസമാണ്, ഭയങ്കര നന്നായിട്ട് അത് വർക്കായിട്ടുണ്ട്. സിനിമ എല്ലാവരും മിസ്സാക്കാണ്ട് തിയേറ്ററിൽ പോയി തന്നെ കാണുക. 1 മിനിറ്റ് എന്നുള്ളതൊക്കെ കൂടിപ്പോയി, എന്നാലും കുഴപ്പമില്ല. തിയേറ്ററിൽ തന്നെ പോയി കാണാം. മസ്റ്റ് വാച്ച് സിനിമയാണ്, അടിപൊളി സിനിമയാണ്, എല്ലാവരും പോയി കാണാം. അപ്പം അടുത്തൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വരാം. ബൈ.